to all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നതിൻ്റെ മൊഡ്യൂൾ 1 ആണ്. 5032 എന്ന് പറഞ്ഞ മൊഡ്യൂൾ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞതാണ്. അവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് എലമെന്റ്സ് പഠിച്ചു, പിന്നെ പി എൻ ജംഗ്ഷൻ പഠിച്ചു, എങ്ങനെയാണ് പി ടൈപ്പ് എൻ ടൈപ്പ് ഡയോഡ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൊഡ്യൂളിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസീവ് ആൻഡ് ആക്റ്റീവ് എലമെന്റ്സ് ആണ്. സോ എന്താണ് പാസീവ് എലമെന്റ്സ്, എന്താണ് ആക്റ്റീവ് എലമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് പാസീവ് എലമെന്റ്സ്? So as per definition, which consumes energy, elements which consumes electrical energy in the form of voltage or current from the source. അതിന് പറയുന്ന പേരാണെന്ത്? passive elements, but does not produce or supply. ശ്രദ്ധിച്ചു നോക്കണം. Which does not produce or supply energy is called passive electronic components. അതായത് certain elements which consumes energy, അത് എനർജി കൺസ്യൂം ചെയ്യാൻ മാത്രമേ ഉള്ളൂ, which cannot produce any എനർജി, അതിന് പ്രൊഡ്യൂസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അതിന് സാധിക്കില്ല. അങ്ങനെയുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണെന്ത്? പാസീവ് എലമെന്റ്സ്. ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമുക്ക് വളരെ സുപരിചിതമായ ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റർ. റൈറ്റ്, ഫസ്റ്റ് വൺ ഇത് റെസിസ്റ്റർ ആണ്. സെക്കൻഡ് വൺ കപ്പാസിറ്റർ ആണ്. തേർഡ് വൺ ഈസ് ഇൻഡക്ടർ. പ്രധാനമായിട്ടും ഈ മൂന്ന് എലമെന്റ്സ് ആണ് നമ്മൾ പാസീവ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? It consumes energy but it cannot produce any energy. Okay, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ കൺസ്യൂം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് നോക്കുക. പാസീവ് കമ്പോണൻസ് cannot control the flow of electrons. ശ്രദ്ധിക്കണം, പാസീവിന് which cannot control the flow of electrons, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല, but it only can consume the energy. കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അതിനെ കൺസ്യൂം ചെയ്യാൻ സാധിക്കും. Passive components cannot amplify or increases the power. അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സിന് ഇല്ല. Passive components temporarily store the electrical energy. ഓക്കെ, അപ്പൊ നിങ്ങൾ മൂന്ന് എലമെന്റ്സ് എക്സാമ്പിൾ പഠിച്ചു. ഏതൊക്കെയാണ്? കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ. ഈ പറഞ്ഞ കപ്പാസിറ്റർ രണ്ടാമത്തതും മൂന്നാമത്തതും, കപ്പാസിറ്ററും ഇൻഡക്ടറും, ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് എലമെന്റ്സിനും എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. വേറെ ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റർ അത് സ്റ്റോർ ചെയ്യത്തില്ല, ഇറ്റ് ഓൺലി ഡിസിപ്പേറ്റ്സ് എനർജി, ഒഴിവാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ കപ്പാസിറ്ററും ഇൻഡക്ടറും അങ്ങനെയല്ല, അത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും, ടെമ്പററി സ്റ്റോർസ് എനർജി. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? കപ്പാസിറ്റർ ആണെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഈ ഒരു മീഡിയം ദിസ് മീഡിയം, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ മീഡിയം എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിനകത്ത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇൻഡക്ടർ എന്ന് പറയുന്ന സാധനം, അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് അതിന്റെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് passive components temporarily stores energy in the electric energy in the form of static electric field or magnetic field. Static electric field എന്ന് പറയുന്നത് കപ്പാസിറ്ററും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്നു. Then fourth feature is passive components do not depend on external energy source. അതായത് ഒരു എക്സ്റ്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന്റെ ഇൻഹെറന്റ് ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യാന്നുള്ളതും അല്ലെങ്കിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റർ, ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ അതിന്റെ ഒരു ഇൻബിൾൺ കാപ്പബിലിറ്റി ആണ്, ഒരു ഇൻഹെറന്റ് ക്യാരക്ടർ ആണത്. ഓക്കെ, അത് എക്സ്റ്റേണൽ എനർജിനെ യാതൊരു വിധത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പാസീവ് കമ്പോണൻസ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. വിച്ച് കൺസ്യൂംസ് എനർജി, ഓൺലി കൺസ്യൂംസ് എനർജി ഓർ സംടൈംസ് സ്റ്റോർസ് എനർജി, ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി എനർജി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ പാസീവ് കമ്പോണൻസ്. അതാണ് ഡെഫിനിഷൻ. ആൻഡ് ഡിഫറെന്റ് ഫീച്ചേഴ്സ്, മൂന്ന് എക്സാമ്പിൾ: റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ആക്റ്റീവ് കമ്പോണൻസ്. എന്തായിരിക്കും ആക്റ്റീവ്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരിക്കുന്ന പാസീവ് കമ്പോണൻസിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. എന്താണോ പാസീവ് അതിന് നേരെ റിവേഴ്സ് ആക്റ്റീവ് കമ്പോണൻസ്. എന്താണ്? വിച്ച് കൺസ്യൂംസ് എനർജി. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പാസീവ് കമ്പോണൻസും വിച്ച് ഓൾസോ കൺസ്യൂംസ് എനർജി. റൈറ്റ്. സെക്കൻഡ് പോയിന്റ് നോക്കുക. ഇറ്റ് പ്രൊഡ്യൂസസ് ഓർ സപ്ലൈസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ വോൾട്ടേജ്. അപ്പൊ അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ കേസിൽ ഈ പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു. പക്ഷെ ഇൻ ദിസ് കേസ് ആക്റ്റീവ് കമ്പോണൻസിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ഓർ സപ്ലൈസ് എനർജി ഓർ സിംപ്ലി കൺട്രോൾസ് എനർജി. ഓക്കെ, അതാണ് ഒരേ ഒരു വ്യത്യാസം. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നിങ്ങളുടെ ഡയോഡ്. റൈറ്റ്, എക്സാമ്പിൾ ഡയോഡ് വരുന്നുണ്ട്. ദെൻ BJT, ദെൻ എല്ലാ ICകളും, op amps,
ഈ പറഞ്ഞ എല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് കമ്പോണൻസിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. An active component not only controls the flow of electrons or electric current but also amplifies or increases, ശ്രദ്ധിക്കണം, which amplifies or increases the power of electrical signal. Okay, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, sometimes it amplifies or increases the power of an electronic signal. Second feature is active components depend on the external source. External source-മായി ഡിപ്പെൻഡ് ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൺസിഡർ ദ കേസ് ഓഫ് BJT. BJT എങ്ങനെയാണ്? കളക്ടർ കറണ്ട് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്ട് കറണ്ട് ബേസ്, അല്ലെ? ബേസ് കറണ്ട് ആയിട്ടുള്ള ഇൻപുട്ട് കറണ്ട് ആയിട്ടുള്ള ബേസ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കളക്ടർ കറണ്ട് വേരി ചെയ്യുന്നത്, അല്ലെ? ബേസ് കറണ്ട് കൂടുകയാണെങ്കിൽ കളക്ടർ കറണ്ട് കൂടും, ബേസ് കറണ്ട് കുറയുകയാണെങ്കിൽ കളക്ടർ കറണ്ട് കുറയും. അതായത് കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണെന്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന BJT. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എമിറ്റർ ടു കളക്ടർ കറണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫീച്ചർ ഈസ് when the active components consume enough voltage they start operating. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ സം മിനിമം എമൗണ്ട് ഓഫ് വോൾട്ടേജ്. നിങ്ങൾ BJT വർക്ക് ചെയ്യണമെങ്കിൽ VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓരോ ICക്കും വർക്ക് ചെയ്യണമെങ്കിൽ ആ വർക്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി വേണം. അതിന് വോൾട്ടേജ് ലെവൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. once you give that voltage, what happens is that it will start operate. ഓക്കെ, നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then it will start operating. ഇതാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം. പാസീവ് എന്ന് പറഞ്ഞത് only consumes or stores energy but it cannot supply or control energy. അതാണ് പാസീവ്. ആക്റ്റീവ് ജസ്റ്റ് ഓപ്പോസ് ആണ്. എനർജി കൺസ്യൂം ചെയ്യും, കാരണം വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി വേണം. ബട്ട് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓർ സംടൈംസ് ആംപ്ലിഫൈ ദ എനർജി ഓർ ഇലക്ട്രിക് സിഗ്നൽ. അതിനുള്ള കഴിവ് ആക്റ്റീവിനുണ്ട്. പാസീവ് ഞാൻ പറഞ്ഞത് കഴിവില്ല. പിന്നെ അത് എക്സ്റ്റേണൽ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യും. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് എക്സ്റ്റേണൽ എനർജിനെ യാതൊരു വിധത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ഇതാണ് നിങ്ങളുടെ സിലബസ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു വേരിയസ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വാട്ട് ഈസ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യമായിട്ട് റെസിസ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ ആണ്. റെസിസ്റ്റൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്, റോ L/A. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ ഏതൊരു പെർട്ടിക്കുലർ മെറ്റീരിയലിനും ആ റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കോപ്പറിന് റെസിസ്റ്റിവിറ്റി ആയിരിക്കും, ഗോൾഡിന് വേറെ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അത് ഫിക്സ്ഡ് ആണ്. ഫോർ എ പെർട്ടിക്കുലർ മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി ഈസ് കോൺസ്റ്റന്റ്. അത് ഏതാണ് ആ മെറ്റീരിയൽ അതിനെ നാച്ചുറിനെ കാണിക്കുന്ന ഒരു ടേം ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. സോ ഫോർ എ പെർട്ടിക്കുലർ മെറ്റീരിയൽ ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ദെൻ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ? റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം അറിയാം? ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ പറഞ്ഞിരിക്കുന്നത്? V is proportional to I, or simply V is equal to Ri. ഓക്കെ, ഇത് നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് പോവാം, കാരണം നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. ദെൻ വാട്ട് നെക്സ്റ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, റെസിസ്റ്റർ ഒരു എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ്. ഓക്കെ, ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ whenever you given a current through resistor, what happens is that it consumes that energy and dissipate heat energy. അത് കൺസ്യൂം ചെയ്യുകയും thereby it liberates some heat energy. ആ heat energy liberate ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ത്? heat energy ആണെങ്കിൽ H is equal to I square RT. നിങ്ങൾ പഠിച്ചതാണ്. പവർ ആണെങ്കിൽ I square R. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യുന്നുള്ളൂ. Now we move on to various types of resistors. ഏതൊക്കെയാണ് various types of resistors നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ is കാർബൺ. അതായത് ആ മെറ്റീരിയൽ കാർബൺ ആയിരിക്കും. സെക്കൻഡ് വൺ തെർമിസ്റ്റർ ആണ്. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ ഫിഗർ തെർമിസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. തേർഡ് വൺ ഈസ് വയർ ബോണ്ട് റെസിസ്റ്റർ. എന്തായിരിക്കും? ഒരു കോയിൽ ആയിരിക്കും. വയർ കൊണ്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ മുകളിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു കോയിലാണെന്ത്? വയർ ബോണ്ട് റെസിസ്റ്റർ. മെറ്റൽ ഫിലിം റെസിസ്റ്റർ. ഒരു മെറ്റലിന്റെ ഫിലിം ആണെന്ത്? റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്നാണ് വേരിയബിൾ റെസിസ്റ്റർ. എന്തായിരിക്കും? ഒരു നോബ് കാണാൻ നിങ്ങൾക്ക്, റൈറ്റ്?
ഒരു നോബ് കാണാം. ഈ നോബ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വേരി ചെയ്യാൻ സാധിക്കും. സോ ഫിഫ്ത്ത് ഫിഗർ ഷോസ് വേരിയബിൾ റെസിസ്റ്റർ. അഗൈൻ ഒരു വേരിസ്റ്റർ, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ് വേരിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിക്സ്ത് ഫിഗർ ഇതാണ്. ലാസ്റ്റ് ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റൻസ്. സെവൻത്ത് ഫിഗർ ഷോസ് ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ. അത് സാധാരണഗതിയിൽ നിങ്ങൾ അറിയപ്പെടുന്നത് LDR എന്നാണ്, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് എനർജിന് ആനുപാതികമായിട്ട് അതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. സോ ലൈറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിന്റെ ആനുപാതികമായിട്ട് അതിന്റെ റെസിസ്റ്റൻസും വേരി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് LDR ഓർ ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റേഴ്സ്. അപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഏത് മെറ്റീരിയൽ ആണ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ക്ലാസിഫൈഡ് ഇൻ ടു these types. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക, ഏതൊക്കെയാണ് ഡിഫറെന്റ് നെയിംസ് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പൊ ഫസ്റ്റ് ഫിഗർ ഇല്ലേ, നമ്പർ 1, ഈ നമ്പർ 1 ഫിഗർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് സർട്ടൻ കളർ കോഡ്സ് ഒക്കെ ഉണ്ട്. ഈ കളർ കോഡ് വെച്ചിട്ടാണ് എത്രയാണ് അതിന്റെ വാല്യൂ എന്നൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. കളർ കോഡ് നിങ്ങൾ ലാബിൽ പഠിക്കും, അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. Now different types of capacitors. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ. എന്താണ് അത്? എപ്പോഴും അതിന്റെ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ സി കണ്ടുപിടിക്കാൻ, കപ്പാസിറ്ററിന് സി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. A/ε/d എന്ന് പറയുന്നത്. എ എന്ന് പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഡി എന്ന് പറയുകയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്. ദെൻ ഡി എപ്സിലോൺ എന്ന് പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. ഇതൊക്കെ നിങ്ങൾ +2 അല്ലെങ്കിൽ 10th ലെവലിലൊക്കെ ഫിസിക്സ് പഠിച്ച ടേംസ് ആണ്. സോ സി ഈസ് ഈക്വൽ ടു A/ε/d. ഇതാണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കപ്പാസിറ്ററിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? കപ്പാസിറ്റൻസ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ലൈക്ക് ദിസ്. 2 ടെർമിനൽസ് ഉണ്ടാവും. ഇത് 2 മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇതിനകത്താണ് എന്തുള്ളത്, നമ്മുടെ മീഡിയം ഉള്ളത്. ഓക്കെ, അപ്പം ആ മീഡിയത്തിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, മെക്കാനിക്കൽ കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, ഫില്ലിംഗ് കപ്പാസിറ്റർ, നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ. അപ്പൊ ഏത് മെറ്റീരിയൽ ആണ് നിങ്ങൾ ആ 2 പ്ലേറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ലൈക്ക് ദിസ്. ഇനി കപ്പാസിറ്റൻസിന് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കപ്പാസിറ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡിനകത്ത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർഡ് എനർജിയുടെ ഇക്വേഷൻ ആണ് എന്ത്, E = ½CV². സി എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ, വൺസ് യു നോ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് സി ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് മെറ്റൽ പ്ലേറ്റ്സ്, അത് V ആണെങ്കിൽ, ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് V ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ½ നിങ്ങൾ I²RT എന്ന് പറയുന്നത് പോലെ തന്നെ അത് കൺസ്യൂം ചെയ്യാണ്, ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് ½ ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഫിഗർ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. അത് അതിന്റെ മീഡിയം ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ 2 പിൻ ഉണ്ടാവും. ആ വലിയ പിൻ എപ്പോഴും പോസിറ്റീവും ദെൻ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അതിന്റെ മീഡിയം എപ്പോഴും എന്തായിരിക്കും? ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. മൈക്ക കപ്പാസിറ്റർ ആണെങ്കിൽ ആ മീഡിയം എന്ന് പറയുന്നത് മൈക്ക ആയിരിക്കും. പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് മീഡിയം, 2 മെറ്റൽ പ്ലേറ്റിലൊക്കെയുള്ള മീഡിയം എന്ന് പറയുന്നത് പേപ്പർ ആയിരിക്കും. ദെൻ ഫില്ലിംഗ് കപ്പാസിറ്റർ, നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ, ലാസ്റ്റ് വൺ ഈസ് സെറാമിക് കപ്പാസിറ്റേഴ്സ്. അപ്പം ഏതൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയം, അതിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഷേപ്പ് എല്ലാം ഇങ്ങനെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഷേപ്പ് എങ്ങനെ വേണേൽ മാറാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ, വീടുകളിലുള്ള പഴയ എക്യുപ്മെന്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് ആണ്. സോ എന്താണ് ഇൻഡക്ടേഴ്സ്? ഇൻഡക്ടേഴ്സിന്റെ ഇക്വേഷൻ ആണ് N5/I. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡക്ടർ എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് എലമെന്റ് ആണ്. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? അതിനുള്ളിലുള്ള മാഗ്നറ്റിക് മീഡിയത്തിൽ, മാഗ്നറ്റിക് ഫ്ലക്സിലാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത്, അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ L എന്ന് പറഞ്ഞിട്ടാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ സിമ്പിൾ. സ്റ്റോർഡ് എനർജിയുടെ ഇക്വേഷൻ ആണ് എന്ത്, E is equal to half Li square. L is the value of inductance and I is the current through that inductor. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ വേറെ എന്താണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്? ഹാഫ് Li square. ഓക്കെ, now we move on to different types of inductors. ആ കോയിൽ, ബേസിക്കലി ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു കോയിലാണ്. ഓക്കെ, അപ്പം ആ കോയിൽ എങ്ങനെ നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലാമിനേറ്റഡ് കോർ റെസിസ്റ്റർ ഇൻഡക്ടർ, എയർ കോർ ഇൻഡക്ടർ, ഫെറൈറ്റ് കോർ ഇൻഡക്ടർ, ബോബിൻ ഇൻഡക്ടർ, ടൊറോയിഡൽ കോർ ഇൻഡക്ടർ, ആക്സിയൽ ഇൻഡക്ടർ, സർഫസ് മൗണ്ട് ഇൻഡക്ടർ, മൾട്ടി ലെയർ ചിപ്പ് ഇൻഡക്ടർ, ഷീൽഡ് വേരിയബിൾ ഇൻഡക്ടർ. ഇത് കുറെ ഡിഫറെന്റ് നെയിംസ് ആണ്. ആ കോയിൽ എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാമിനേറ്റഡ് കോർ, ഈ ഫിഗർ ആണ് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നിങ്ങളുടെ ലാമിനേറ്റഡ് കോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ പോലെ, ചെറിയ ട്രാൻസ്ഫോമർ പോലെ ആയിരിക്കും. ദെൻ എയർ കോർ ആണ് എന്തായിരിക്കും, യാതൊരു കോറും ഉണ്ടാകത്തില്ല. ഓക്കെ, കോർ ഇസ് എയർ. അത് വേറെ ഇങ്ങനെ മെറ്റാലിക് പാർട്ടൊന്നും കോറായിട്ട് ഉണ്ടായിരിക്കില്ല, എയർ തന്നെയായിരിക്കും അതിന്റെ കോർ. ദെൻ ഫെറൈറ്റ് കോർ ഇൻഡക്ടർ. അപ്പൊ നമ്മൾ ഒട്ടുമിക്ക ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനൊക്കെ ഫെറൈറ്റ് കോർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഫെറൈറ്റ് കോറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ബോബിൻ ഇൻഡക്ടർ. ഇതൊരു ബോബിൻ ഇൻഡക്ടർ ആണ്. സി, ഇതൊരു ബോബിൻ ഇൻഡക്ടർ ആണ്. ഒരു ബോബിനകത്ത് നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ ടൊറോയിഡൽ. ഇതൊരു ടൊറോയിഡൽ ആണ്. കുറെ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതാണ് ഇൻഡക്ടറിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് അതിന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി പറയാം, റെസിസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും എനർജി കൺസ്യൂം ചെയ്യുകയും ഹീറ്റായിട്ട് ലിബറേറ്റും ചെയ്യും. അതാണ് എനർജി, അത് എപ്പോഴും കറണ്ടിന് ഓപ്പോസ് ചെയ്യും. സിമിലർലി ഇൻഡക്ടറും കപ്പാസിറ്ററും എന്താണ്, ഇത് ബോത്ത് ആർ എനർജി സ്റ്റോറേജ് എലമെന്റ്സ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കപ്പാസിറ്ററും, മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻഡക്ടർ എന്നും പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേറൊരു കാര്യം കൂടി പറയാണ്ട്, ഇൻഡക്ടറിന് വേറൊരു ബേസിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇൻഡക്ടറിനുള്ളത്. നമ്മുടെ റെസിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചത് ഇലക്ട്രോൺ ഫ്ലോറിന് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഇൻഡക്ടർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ട്, കറണ്ടിന്റെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്, ഇൻഡക്ടറിനുള്ളത്. സിമിലർലി കപ്പാസിറ്റർ, ഒരു വോൾട്ടേജിന് ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, അതിന് അക്രോസ് വരുന്ന ഒരു വോൾട്ടേജിന് ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഈ കപ്പാസിറ്റൻസ് ഓപ്പോസ് ചെയ്യും. ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, now we move on to half wave rectifier. എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് നമുക്ക് നോക്കാം. So what is a rectifier? Basically rectifier is a device used for converting AC to DC. ഒരു AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് എന്ത്, റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പം ബേസിക്കലി റെക്ടിഫയർ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹാഫ് വേവ്, മൂന്നായിട്ടുള്ള നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. First one is half wave, second one is full wave. അതിൽ ഫുൾ വേവ് നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മിഡ് പോയിന്റ് ടൈപ്പ്, സെക്കൻഡ് വൺ is ബ്രിഡ്ജ് ടൈപ്പ്. അപ്പൊ ഫുൾ വേവ് രണ്ട് തരത്തിലുണ്ട്, മിഡ് പോയിന്റും ബ്രിഡ്ജും പിന്നെ ഹാഫ് വേവ് ആണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ്. അതിന് കുറെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് തന്നെ പഠിക്കാം. അപ്പൊ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതതിന്റെ ഇൻപുട്ട് വേവ് ഫോം ആണ്, ഇതതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം, ഇതതിന്റെ ഫിഗർ ആണ്. ഓക്കെ, ഹാർഡ്വെയർ പോർട്ടാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 240 വോൾട്ട് AC ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, നോട്ട് ചെയ്യണം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പൊ നിങ്ങൾ 240 വോൾട്ട് AC ഞാൻ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ 12 വോൾട്ട് AC ആയിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തു.
ഹിയർ. അപ്പോൾ എക്കും ബിക്കും അക്രോസ് ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കൈവശം ഉള്ളതൊരു 12 വോൾട്ട് എ സി ആണ്, 12 വോൾട്ട് എ സി ആണ് ഇപ്പൊ എന്റെ കൈവശം ഉള്ളത്. ആ 12 വോൾട്ട് എ സിനെ ഞാൻ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്രയും പോർഷൻ നിങ്ങൾ തൽക്കാലത്തേക്ക് മറന്നേക്കൂ. നൗ ഐ ഹാവ് 12 വോൾട്ട് എ സി വിത്ത് മീ. എന്റെ കയ്യിൽ ഇപ്പം 12 വോൾട്ട് എ സി ആണ് കൈവശമുള്ളത്. നൗ ഐ എം ഗോയിങ് ടു കൺവേർട്ട് ദാറ്റ് 12 വോൾട്ട് എ സി ഇൻ ടു ഡി സി. എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ കൈവശം എന്താ ഫിഗർ ഉള്ളൂ? 12 വോൾട്ട് എ സി, എക്കും ബിക്കും അക്രോസ് 12 വോൾട്ട് എ സി ഉണ്ട്. ദെൻ ഒരു ഡയോഡ് ഡി ഉണ്ട്, റൈറ്റ്. ദെൻ ഒരു ലോഡ് റെസിസ്റ്റർ. ഓക്കെ, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്, അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് വി എൽ. ഓക്കെ, 12 വോൾട്ട് എ സി ഉണ്ട്, ഒരു ഡയോഡ് ഡി ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇത്രയും ഭാഗം മാത്രം നമ്മൾ മൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ള മെക്കാനിസം മാത്രം. ഐ എം ഗോയിങ് ടു കൺവേർട്ട് 12 വോൾട്ട് എ സി ഇൻ ടു സം കൈൻഡ് ഓഫ് ഡി സി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.